സംസ്ഥാനത്തെ മന്ത്രിമാരിൽ വളരെ കഴിവ് തെളിയിച്ചൊരു മന്ത്രിയാണ് ശിവൻകുട്ടി. കഴിഞ്ഞ യുവജനോത്സവങ്ങളും ഒക്കെ നന്നായിട്ട് നടത്തി. SLC പരീക്ഷ നന്നായിട്ട് നടത്തി. അതുപോലെ തന്നെ പിന്നെ ഈ പാഠപുസ്തക അച്ചടിയിലൊക്കെ പുള്ളി അങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. പിന്നെ എല്ലായിടത്തും ഓടിയെത്തുന്ന, അസുഖമാണെങ്കിലും ഒക്കെ ഓടിയെത്തുന്ന ഒരു ഇമേജുള്ള ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി. അദ്ദേഹത്തിനെതിരെ വരുന്നത് എനിക്ക് തോന്നുന്നു അനാരോഗ്യം മാത്രമേ. അതേസമയം രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പൊളിറ്റീഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സമ്പന്നനാണ്, അദ്ദേഹം ഇന്ത്യയിൽ 25 നല്ല ബിസിനസ്സുകാരിൽ ഒരാളാണ്, അദ്ദേഹം ഒരു M.Tech ബിരുദധാരിയാണ്, ഇന്റൽ എന്നുള്ള കമ്പനിയിൽ ഇന്റലിന്റെ ചിപ്പ് കണ്ടുപിടിച്ച ടീമിലുണ്ടായിരുന്ന ഒരു ആളാണ്. ഇങ്ങനെ പല പല വിശേഷണങ്ങൾ ഈ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ടെക്നോക്രാറ്റ് അങ്ങനെ ഒരു ഇമേജ് ഈ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ആ ഒരു ഇമേജ് 3 കാൻഡിഡേറ്റ് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ള അദ്ദേഹത്തിനാണ്. പിന്നെ ഈ നമ്മൾ പതിവ് രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. അതായത് എല്ലാത്തിനെയും എതിർക്കുന്ന, വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന, ഈ എല്ലാ ഇതിനെയും വിമർശനത്തോടെ കാണുന്ന അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യനും ഒരു ന്യൂജൻ പൊളിറ്റീഷ്യനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ ചെറുപ്പക്കാരനാണെങ്കിലും ശബരിനാഥ് അതോടൊപ്പം നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരം CETന്ന് എഞ്ചിനീയറിംഗ് പാസ്സായ, ടാറ്റ കമ്പനിയിൽ ഇലക്ട്രിക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ശബരിനാഥൻ. അദ്ദേഹത്തിന് നല്ല കുടുംബ പശ്ചാത്തലം, നല്ല പാരമ്പര്യമൊക്കെ ഉണ്ട്. ശിവൻകുട്ടിയാണെങ്കിൽ ഇവിടെ പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ട ഏറ്റവും നല്ല മേയറായി ഒക്കെ വന്ന ഒരാളാണ്. MLA ആയും ഒക്കെ ഷൈൻ ചെയ്ത, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഈ 3 പേരെ എടുത്ത് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ വിധി നിർണ്ണയിക്കുന്നത്, രാഷ്ട്രീയത്തേക്കാൾ. അതായത് മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ട ഒരു വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച, അങ്ങ് പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച്, വികസനത്തെക്കുറിച്ച് സംസാരിക്കുക, പുതിയ നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുക, നിക്ഷേപം കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, പ്രശ്നങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ സൊല്യൂഷൻസ് പറയുകയും ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ്. ആ ഒരു രീതി എനിക്ക് തോന്നുന്നു യുവജനങ്ങൾക്ക് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. ആ രീതി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വലിയൊരു മൈലേജ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ നാളുകൾ മുതൽ നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ നിയമത്തേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും. ഈ തിരുവനന്തപുരം ഈസ്റ്റ്, അതായത് നേമം എന്ന് പറഞ്ഞ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അവിടെ വളരെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് മാത്രമല്ല അവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് കൂടുതലും. ശരിക്കും ആ ഒരു ഇതിൽ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വളരെ എന്താ പറയുക, ഒരു അപ്പർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന, വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം. ഇപ്പോൾ രാജഗോപാൽ അവിടെ ജയിച്ചു 2016. രാജഗോപാൽ ജയിച്ചിട്ട് എന്തുകൊണ്ട് 2021 കുമ്മനം ജയിച്ചില്ല എന്ന് പറയുമ്പോൾ, ഈ മുരളീധരൻ മത്സരിച്ച് അദ്ദേഹം കുറേ വോട്ട് നേടിയതുകൊണ്ടാണോ, അതല്ല BJPക്ക് ശക്തി കുറഞ്ഞുകൊണ്ടാണോ എന്ന് നമ്മൾ നോക്കിയാൽ അതിനേക്കാൾ ഉപരി വ്യക്തിപ്രഭാവത്തിൻ്റെ പ്രശ്നമാണ്. രാജഗോപാൽ വളരെ മാന്യനായ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം വളരെ ഉയർന്ന തലത്തിൽ സംസാരിക്കുകയും ആരെയും പ്രകോപിപ്പിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ. ഭയങ്കര വ്യക്തിപ്രഭവമാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനോട് സ്വീകാര്യത തോന്നും. ആരോടും മുഖം കറുത്ത് സംസാരിക്കില്ല. എല്ലാവരെയും ചിരിച്ച് നേരിടുന്ന രാജഗോപാലിന് മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് നല്ലൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് എന്ന നിലയിലാണ്. അതേസമയം കുമ്മനം വളരെ പരുക്കനായ ഒരു പൊളിറ്റീഷ്യൻ. പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനും എല്ലാവരും വിചാരിക്കുന്ന ഒരു തീവ്രവാദിയായ ഹിന്ദു. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സത്യസന്ധനും സാധുവായിട്ടുള്ള ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇമേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറി വരുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭത്തിലൂടെ, ശബരിമല പ്രക്ഷോഭത്തിലും, അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഈ ന്യൂനപക്ഷങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെയൊക്കെ പ്രതികരിച്ചുകൊണ്ട് വന്ന കുമ്മനം രാജശേഖരനെയും രാജഗോപാലിനെയും ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ രാജഗോപാലിനോട് ഒരു ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. ആ ഒരു ഇഷ്ടം ഈ രാജീവ് ചന്ദ്രശേഖരനും കിട്ടും. അതേസമയം ഈ മുരളീധരൻ കേരളത്തിൽ അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എവിടെ പോയി നിന്നാലും ഒരു മാസ് ക്രൗഡ് പുള്ളിങ് ഇമേജ് ഉള്ള ഒരാളാണ് മുരളീധരൻ. അദ്ദേഹം നിയമത്തിൽ മത്സരിക്കുമ്പോൾ വോട്ട് കൂടുന്നത് സ്വാഭാവികമാണ്. 13,000 വോട്ട് സുരേന്ദ്രൻപിള്ള പിടിച്ചെടുത്തുനിന്ന് 36,000 വോട്ടിലേക്ക് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ നേട്ടത്തേക്കാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഇമേജിന് കിട്ടിയ വോട്ടാണ്. അതാണ് കുമ്മനം രാജശേഖരന് പ്രശ്നമായത്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നാണ് BJPയുടെ ഒരു പ്രതീക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ജാതി സമവാക്യം എങ്ങനെയായിരിക്കാം? ജാതി സമവാക്യം സംഘടനാ തലത്തിൽ നോക്കിയാലും ജാതി സമവാക്യങ്ങൾ നോക്കിയാലും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം
പിന്നെ BJPയുടെ അനുഭാവം പുലർത്തുന്ന ഒരു സമൂഹമുള്ളൊരു സ്ഥലം. അതുകൊണ്ടാണ് ഈ ശിവൻകുട്ടി ഇത്തവണ ജയിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് 3800 വോട്ടിലേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. ഒ രാജഗോപാലിന് 9000-നടുത്ത് വോട്ട് കിട്ടിയിരുന്നു ഭൂരിപക്ഷം. 8700 വോട്ട് കിട്ടി. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു കാരണം ഈ ഒരു പിന്നെ ജാതി മത സമവാക്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ മുസ്ലിം വോട്ടേഴ്സ് ഉണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. അവർ സ്വാഭാവികമായിട്ടും പിന്നെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ശിവൻകുട്ടിക്കോ BJPക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ളവർക്കായിരിക്കും വോട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കെ മുരളീധരനുള്ള വ്യക്തിപ്രഭവം KS ശബരിനാഥനുണ്ടോ എന്നതിനനുസരിച്ചിരിക്കും അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട്. അപ്പം ശബരിനാഥൻ പിടിക്കുന്ന വോട്ട് നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. അതെ, ശബരിനാഥൻ്റെ വ്യക്തിപ്രഭവം നിർണായകമായിരിക്കും. അപ്പോൾ ഏതായാലും നിലവിൽ നമ്മൾ ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ശിവൻകുട്ടിക്ക് അദ്ദേഹം ആ നിയമസഭയിൽ ഉണ്ടാക്കിയ കലാപം അദ്ദേഹത്തിന് ഒരാഴ്ചയിലുള്ള ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. അത് ഒരു ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.